കമ്മീഷൻ സാറിന് ഒന്ന് ഫോൺ കൊടുക്കൂ. നീ ആ മാടൻ തുളസി അല്ലേടാ നാറി. മാഡം നിങ്ങളുടെ തന്ത, മര്യാദക്ക് ഫോൺ കൊടുക്കും പെണ്ണുമ്പിള്ള. എനിക്കാണോ? ആരാ? സഖാവ് വർഗീസോ കുന്നിക്കൽ നാരായണനോ? കുഴി കിടക്കണ നിങ്ങളുടെ പെമ്പ്രനോത്തി. എങ്കിൽ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. ഒന്ന് പോ തന്തേ. നിനക്ക് ഹർത്താലായിട്ട് ഷെർലോക്കിനെ കിട്ടിയിട്ട് എന്തുണ്ടാക്കാനാടാ ബോൾട്ടെ? ഒരു സാധനം കൊടുക്കാനാണ്. നിങ്ങൾ അവന് കൊടുക്കാത്തൊരു സാധനം, മനസമാധാനം. നാറി, എന്താണ് ഞാൻ അയാൾക്ക് കൊടുക്കാത്ത സാധനം ഒന്ന് കേൾക്കണോടാ നിനക്ക്? പറയടാ, നിനക്ക് കേൾക്കണോന്ന്. സിന്ദാബാദ്. തളരാതെ പോയി പോരാടൂ സഖാവേ. ഓ യാൾസിമസ് തന്തേനെ കൊണ്ട് തോറ്റു. മാറ് തന്തേ. തന്ത നിന്റെ അപ്പൻ കിട്ടിയോ? ഇന്നവിടെ കിട്ടി. പോകുമ്പോഴേ ഈ വായനശാലിനെ കൂടി എടുത്തോണ്ട് പോയിക്കോ. ഈ ബോധമില്ലാത്ത വിപ്ലവായിരിക്ക് കാവലിരിക്കാനാണോ താൻ എന്നെ കെട്ടിയത്? എത്ര തവണ ഞാൻ കെഞ്ചി ചോദിച്ചു, നീ തന്നോ? നീ തരായിട്ടല്ലേ? നീ താടി, നീ ഡൈവേഴ്സ് ആടി. ആ സാമ്പം വക്കീലേ പേപ്പർ റെഡിയാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ 2 കൊല്ലായി, അറിയോ? എന്റെ ജീവിതവും തൊലഞ്ഞി. നന്നായി. ഡൈവോഴ്സ് കിട്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ അങ്ങനെ സുഖിക്കണ്ട. എന്നെ കൊണ്ടേ ഇത്രയൊക്കെ പറ്റുള്ളൂ. നിങ്ങൾ ഈ വീട്ടിൽ കയറാൻ ഞാൻ സ്വൈര്യം തരില്ല. പൊടി പൊടി താൻ പോണോ? വെറുതെ കുറിയാന്ന്. എന്ത് കാണാൻ നിൽക്കുന്ന വായനശാല? കേറി പോയിക്കൂടെ? മോനെ, എന്താപ്പാ? വിപ്ലവം എന്നെ ഏൽപ്പിച്ചിട്ട് ഏലിയാമ്മ പോകുമ്പോ നിനക്ക് 5 വയസ്സാ. അപ്പൻ ഇത് എന്നോട് പറയാൻ തുടങ്ങിയിട്ട് വർഷം 16 ആയി. കൽക്കട്ട തീസിന്റെ കാര്യത്തിൽ ഏലിയാമ്മയ്ക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പുതിയേറ്റാണല്ലോ. ഓക്കെ ഓക്കെ. അപ്പനെ ഈ പുസ്തകം മുഴുവൻ വായിച്ചു പഠിക്കേ.